Hi, welcome to iPlus Training Solutions video lectures. In this session, we will steam turbines based on MCQs. Discuss. So first question, in steam turbines, the steam is A, expanded in the nozzles and there is no fall in pressure as the steam passes over the rotor blades. 2, B, directed over the bucket-like blades which propels the rotor. C, expanded as it passes through the moving blades on the rotor as well as through the guide blades fixed to the casing. And C is of constant pressure. So, നമുക്കറിയാം reaction turbine നമുക്ക് മെയിനായിട്ട് മൂവിംഗ് ബ്ലേഡ്സ് ഉണ്ട്, അതുപോലെ ഗൈഡ് ബ്ലേഡ്സ് വിച്ച് ആക്ട് ആസ് എ റോട്ടർ. സോ ഇവിടുത്തെ ഉത്തരം എന്ന് പറഞ്ഞ സി ആണ്, വിച്ച് ഇസ് the pressure is expanded or the pressure is reduced as the steam passes through the rotor as well as the guide blades or fixed blades. Okay. So നമുക്കിവിടെ മെയിൻ ആയിട്ട് പറയാൻ പറ്റും റിയാക്ഷൻ ടർബൈൻ രണ്ടിടത്ത് നടക്കുന്നു. ബട്ട് ഇമ്പൾസ് ടർബൈനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗൈഡ് ബ്ലേഡ്സ് അല്ലെങ്കിൽ നോസിലിൽ മാത്രമേ, ഫിക്സഡ് ബ്ലേഡ്സിൽ മാത്രമേ നമ്മുടെ പ്രഷർ എക്സ്പാൻഡ് ആവുന്നുള്ളൂ അല്ലെങ്കിൽ പ്രഷർ റെഡ്യൂസ് ആവുന്നുള്ളൂ. ബാക്കി റോട്ടർ ബ്ലേഡ്സിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ദ പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ജസ്റ്റ് റിയാക്ഷൻ ടർബൈൻ്റെ ഫിക്സഡ് ബ്ലേഡ്സിലും മൂവിംഗ് ബ്ലേഡ്സും കൂടെ പാസ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി പ്രഷർ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ദ ഓറഞ്ച് ആക്ച്വലി റെപ്രസെൻറ്റ്സ് അവർ പ്രഷർ ഗ്രാഫ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫിക്സഡ് ബ്ലേഡ്സിലും മൂവിംഗ് ബ്ലേഡ്സിലും കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ദ പ്രഷർ ഈസ് റെഡ്യൂസിങ് സ്റ്റേജ് ബൈ സ്റ്റേജ്. വെലോസിറ്റി നോക്കുകയാണെങ്കിൽ ദ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ആസ് ഇറ്റ് പാസസ് ത്രൂ ദ ഫിക്സഡ് ബ്ലേഡ്സ് ഓർ നോസിൽ. പിന്നെ മൂവിംഗ് ബ്ലേഡ്സിൽ പോകുമ്പോൾ ഡ്യൂ ടു ചേഞ്ച് ഇൻ മൊമെന്റം, ഇല്ലെങ്കിൽ ആ ഒരു മൊമെന്റം മൂവിംഗ് ബ്ലേഡ്സിന് ഇൻവേർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി അവിടെ റെഡ്യൂസ് ആവുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ദ പ്രഷർ വെലോസിറ്റി വേരിയേഷൻ ഇൻ എ റിയാക്ഷൻ ടർബൈൻ. Now, second question, in an impulse turbine, the steam is, ഇപ്പോൾ ഇമ്പൾസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സ്പാൻഡഡ് ഇൻ നോസിൽസ് only and there is a pressure drop and heat drop. Expanded both in fixed and moving blades continuously. Is expanded in moving blades only is of constant pressure. So ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. സ്റ്റീം ഇമ്പൾസ് സ്റ്റീം ടർബൈനിൽ ഇറ്റ് ഈസ് എക്സ്പാൻഡഡ് ഇൻ നോസിൽസ് only as there will be pressure drop in nozzles only. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ നോക്കുകയാണെങ്കിൽ നോസിലിൽ മാത്രമേ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവുന്നുള്ളൂ. ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഇക്വലന്റ് കൈനറ്റിക് എനർജി ഓർ വെലോസിറ്റി. ബാക്കി മൂവിംഗ് ബ്ലേഡ്സിൽ കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഫോർ എൻ ഇമ്പൾസ് ടർബൈൻ ദ പ്രഷർ ഓഫ് ദ സ്റ്റീം റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, D-Laval turbine are mostly used where low speeds are required for small power purpose and low speeds, small power purpose and high speed for large power purpose. നമുക്കറിയാം D-Laval turbine എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഓർ സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ. സോ ഈ സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മെയിൻ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ പവർ പ്രൊഡക്ഷൻ ആസ് വെൽ ഹൈ സ്പീഡ് ആണ്. സോ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, ഫോർ സ്മോളർ പവർ ഔട്ട്പുട്ട്സ് ആസ് വെൽ ആസ് ഹയർ സ്പീഡ്സ്. ഇനി നാലാമത്തെ ചോദ്യം, ദ ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് heat drop in the fixed blades to heat drop in the moving blades, heat drop in the moving blades to heat drop in the fixed blades, heat drop in the moving blades to the total heat drop in the fixed and moving blades, total heat drop in the fixed and moving blades to heat drop in the moving blades. So ഇവിടെ degree of reaction നമ്മൾ ആർ ഡി എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. സോ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഡ്രോപ്പ് ഇൻ മൂവിംഗ് ബ്ലേഡ്സ് ടു ഹീറ്റ് ഡ്രോപ്പ് ഇൻ ദ സം ഓഫ് ഫിക്സഡ് ആൻഡ് മൂവിംഗ് ബ്ലേഡ്സ് ആണ്. അതിന്റെ ഡെഫിനേഷൻ ദാറ്റ് ഈസ് ആർ ഡി ഓർ എൻതാൽപി ഡ്രോപ്പ് ഓർ ഹീറ്റ് ഡ്രോപ്പ് ഇൻ മൂവിംഗ് ബ്ലേഡ്സ് ടു ദ സം ഓഫ് എൻതാൽപി ഡ്രോപ്പ് ഓർ ഹീറ്റ് ഡ്രോപ്സ് ഇൻ മൂവിംഗ് ആൻഡ് ഫിക്സഡ് ബ്ലേഡ്സ് ആണ് നമ്മൾ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓർ ഡെൽറ്റ എച്ച് എം ബൈ ഡെൽറ്റ എച്ച് എം പ്ലസ് ഡെൽറ്റ എച്ച് എഫ് എന്ന് നമ്മൾ പറയും. ഓക്കെ, എൻതാൽപി ഡ്രോപ്പ് ഓർ ഹീറ്റ് ഡ്രോപ്പ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഇൻ എ റിയാക്ഷൻ ടർബൈൻ when the degree of reaction is 0 then there is no heat drop in the moving blades, there is no heat drop in the fixed blades, maximum heat drop in the moving blades, maximum heat drop in the fixed blades. സോ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആർ ഡി ഇല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി ഓഫ് റിയാക്ഷൻ 0 ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻതാൽപി ചേഞ്ച് ഇൻ മൂവിംഗ് ബ്ലേഡ്സ് ബൈ എൻതാൽപി ചേഞ്ച് ഇൻ മൂവിംഗ് ബ്ലേഡ്സ് പ്ലസ് എൻതാൽപി ചേഞ്ച് ഇൻ ഫിക്സഡ് ബ്ലേഡ്സ് ആണ്. സോ ഇവിടെ ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻതാൽപി ഡ്രോപ്പ് ഇൻ മൂവിംഗ് ബ്ലേഡ്സ് 0 ആണ്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്, നോ ഹീറ്റ് ഡ്രോപ്പ് ഇൻ മൂവിംഗ് ബ്ലേഡ്സ്. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം, ദ റേഷ്യോ ഓഫ് വർക്ക് ഡൺ ഓൺ ദി ബ്ലേഡ്സ് പെർ kg ഓഫ് സ്റ്റീം ടു എനർജി സപ്ലൈഡ് ടു ദ ബ്ലേഡ്സ് ഈസ് കോൾഡ്. ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ദി ബ്ലേഡ്സ് ടു ദ എനർജി സപ്ലൈഡിന്റെ റേഷ്യോ എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഡയഗ്രാം ഓർ ബ്ലേഡ് എഫിഷ്യൻസി, നോസിൽ എഫിഷ്യൻസി, ഗ്രോസ് ഓർ സ്റ്റേജ് എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡയഗ്രാം ഓർ ബ്ലേഡ് എഫിഷ്യൻസി ആണ്. ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ബ്ലേഡ്സ് ടു ഹീറ്റ് സപ്ലൈ. ഓക്കെ, work done per kg of steam to heat supply. Okay, ഇനി ഏഴാമത്തെ ചോദ്യം, D-Laval turbine is a impulse reaction turbine, single rotor impulse turbine, multi rotor impulse turbine, none of the above. നമുക്കറിയാം D-Laval എന്ന് വെച്ചാൽ സിംപ്ലസ്റ്റ് ഓഫ് ഓൾ ഇമ്പൾസ് ടർബൈൻ ആണ്. അവിടെ സ്റ്റേജിംഗ് ഒന്നും ഇല്ല, ഒരു സെറ്റ് ഓഫ്
മൂവിംഗ് ബ്ലേഡ്സും നോസിലും മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് എ സിംഗിൾ റോട്ടർ ഇമ്പൾസ് ടർബൈൻ. ഇനി എട്ടാമത്തെ ചോദ്യം, കർട്ടിസ് ടർബൈൻ ഇസ് എ velocity compounded turbine, pressure compounded turbine, pressure velocity compounded turbine, none of the above. So നമുക്കറിയാം കർട്ടിസ് എന്ന് പറയുന്നത് വെലോസിറ്റി കോമ്പൗണ്ടഡ് ടർബൈൻ ആണ്. കർട്ടിസിൽ നമ്മൾ ആ ഒരു കൈനറ്റിക് എനർജി നമുക്ക് പുറത്തു പോകുന്ന എക്സസ് കൈനറ്റിക് എനർജി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഇൻ സ്റ്റേജസ് നമ്മൾ വെലോസിറ്റിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തെടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കും. ആൻഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. ഓക്കെ. ഇനി റട്ടു ടർബൈൻ ഇസ് എ സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ, pressure compounded turbine, velocity compounded turbine, simple reaction turbine. നമുക്ക് റട്ടു ടർബൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രഷർ കോമ്പൗണ്ടഡ് ടർബൈൻ ആണ്. സോ അവിടെ നേരത്തെ വെലോസിറ്റി കോമ്പൗണ്ടഡ് പറഞ്ഞ പോലെ പ്രഷർ കോമ്പൗണ്ടഡ് ടർബൈനിൽ റട്ടു ടർബൈനിൽ 2 അല്ലെങ്കിൽ 3 സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രഷറിനെ ഗ്രാജുവലി നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തെടുക്കും. ഓക്കെ. ഇനി 10ാമത്തെ ചോദ്യം, the compounding of turbines is done in order to reduce the speed of the rotors, improve the efficiency, reduce the exit losses, all of these. ആക്ച്വലി നമ്മൾ കോമ്പൗണ്ടിങ് ചെയ്യുന്നത് ആ ഒരു റോട്ടർ സ്പീഡ് റെഡ്യൂസ് ചെയ്ത് അതിനെ യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമ്മുടെ റോട്ടർ ഇല്ലെങ്കിൽ ടർബൈൻ ബ്ലേഡ്സ് ആ ഒരു ഷാഫ്റ്റ് എല്ലാം സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആക്ച്വലി ഉത്തരം എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ദ സ്പീഡ് ഓഫ് ദ റോട്ടർ ആണ് കേട്ടോ. ഇനി 11ാമത്തെ ചോദ്യം, in steam turbine terminology, diaphragm refers to the separating wall between the rotors carrying the nozzle, the ring of guide blades between the rotors, the partition between low and high pressure dies, a flange connecting turbine exit to the condenser. So നമ്മുടെ ടർബൈൻ ടെർമിനോളജി, സ്റ്റീം ടർബൈൻ ടെർമിനോളജിയിൽ ഡയഫ്രം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെപ്പറേറ്റിംഗ് വാൾ ബിറ്റ്വീൻ ദ റോട്ടേഴ്സ് ക്യാരിങ് ദ നോസിൽ. സോ ഇതാണ് നമ്മുടെ ഒരു റിയാക്ഷൻ ടർബൈനിലെ ഒരു റോട്ടർ നോസിൽ എന്ന് വിചാരിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ഗൈഡ് ബ്ലേഡ് നോസിൽ എന്ന് വിചാരിക്കുക. ഈ ഗൈഡ് ബ്ലേഡ്സ് ഇതുപോലെ ചെയ്യുന്ന ഇതുപോലൊരു വാൾ ബേസ് ചെയ്താണ് മെയിനായിട്ട് ആ സ്ട്രെങ്തൻ കൊടുക്കുന്നത്. ആ ഒരു വാൾ ഇല്ലെങ്കിൽ ആ ഒരു നോസിൽ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാൾ എന്ന് വിളിക്കുന്ന പേരാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 12ാമത്തെ ചോദ്യം, the efficiency of the nozzle-governed turbine, that is mainly impulse turbine, is affected by losses due to partial admission, throttling, interstage pressure drop, condensation. നമുക്കറിയാം നമ്മൾ ഇമ്പൾസും അതുപോലെ റിയാക്ഷൻ ടർബൈനും കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്പൾസിൽ പാർഷ്യൽ അഡ്മിഷൻ ആണ്, ഇവിടെ നോസിലുണ്ടോ അവിടെ മാത്രമേ സ്റ്റീം അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ റിയാക്ഷനിലാണെങ്കിൽ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അറൗണ്ട് ദി ആ ഒരു കേസിംഗ് നമുക്ക് സ്റ്റീം അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ മെയിനായിട്ട് നമ്മുടെ ഇമ്പൾസ് ടർബൈൻ നോസിൽ ഗവേൺഡ് ഓർ നമ്മുടെ ഇമ്പൾസ് ടർബൈനിലെ മെയിൻ ലോസ് എന്ന് പറയുന്നത് ഡ്യൂ ടു പാർഷ്യൽ അഡ്മിഷൻ ആണ് കേട്ടോ. ഇനി 11ാമത്തെ ചോദ്യം, ദ കറക്റ്റ് സീക്വൻസ് ഓഫ് the given steam turbine in the ascending order of efficiency, that is lowest മുതൽ highest വരെ at their descending point. Ratu, De-Laval, Parsons, Curtis. B. Curtis, De-Laval, Ratu, Parsons. C. De-Laval, Curtis, Ratu, Parsons. D. Parsons, Curtis, Ratu, De-Laval. നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇമ്പൾസ് ടർബൈൻ ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് എഫിഷ്യന്റ് എന്ന് പറയുന്നത്, അതുപോലെ റിയാക്ഷൻ ടർബൈൻ ആയിരിക്കും മോസ്റ്റ് എഫിഷ്യന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്കായിരിക്കും നമ്മുടെ കോമ്പൗണ്ടിങ് ടർബൈൻസ് വരുന്നത്. ദാറ്റ് ഈസ് വെലോസിറ്റി കോമ്പൗണ്ടഡ് വിൽ ബി സ്ലൈറ്റ്ലി മോർ എഫിഷ്യന്റ് ദാൻ അവർ നോർമൽ ഇമ്പൾസ് ടർബൈൻ, ആൻഡ് പ്രഷർ കോമ്പൗണ്ട് വിൽ ബി more efficient than our velocity compounded, while the reaction turbine will be much more efficient compared to our pressure compounded turbine. So ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് മെയിൻ ആയിട്ട് ഉത്തരം വരുന്നത്. ദാറ്റ് ഈസ് an impulse turbine, then Curtis velocity compounded turbine, then Ratu pressure compounded turbine, then Parsons reaction turbine. ഇതാണ് ഓർഡർ. ദാറ്റ് ഈസ് reaction turbine will be the most efficient due to our full admission around the casing of steam. ഇമ്പൾസിൽ പാർഷ്യൽ അഡ്മിഷൻ മാത്രമേ വരുന്നുള്ളൂ. കർട്ടിസിലും റൈറ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ സ്പീഡ് ഇല്ലെങ്കിൽ വെലോസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത്, വെലോസിറ്റി ഇല്ലെങ്കിൽ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ അവിടെ വർക്ക് ഡൺ ഇല്ലെങ്കിൽ അവിടെ എനർജി പ്രൊഡക്ഷൻ കൂട്ടാൻ നോക്കുന്നുണ്ട്. സോ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഓർഡർ. De-Laval efficiency will be less than Curtis, whose efficiency will be less than Ratu, whose efficiency will be less than Parson. Okay. ഇനി 14ാമത്തെ ചോദ്യം, the expression for maximum efficiency of a Parsons turbine, where alpha 1 is the angle made by the absolute at inlet. absolute make ചെയ്യുന്ന ഒരു എൻട്രി ഇല്ലെങ്കിൽ ഗൈഡ് ആംഗിളിനാണ് ആൽഫ 1 എന്ന് പറയുന്നത്. നമുക്കറിയാം പാഴ്സൺസ് ടർബൈൻ എന്ന് പറയുന്നത് റിയാക്ഷൻ ടർബൈൻ തന്നെയാണ്. സോ റിയാക്ഷൻ ടർബൈൻ്റെ മാക്സിമം എഫിഷ്യൻസിയുടെ ഫോർമുലയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ 8 cos square alpha by 2 into 1 plus cos square alpha, 2 plus cos square alpha 1 by 2 cos square alpha 1, 2 cos square alpha 1 over 1 plus cos square alpha 1, 2 cos square alpha 1 by 1 plus cos alpha. So നമുക്കറിയാം for a blade efficiency or maximum efficiency of a Parsons turbine or a reaction turbine is mainly given by 2 cos square alpha 1 divided by 1 plus cos square alpha 1, where alpha 1 is the angle made by the absolute velocity VA1 making the angle. Okay. ഇനി 15ാമത്തെ ചോദ്യം, governing of steam turbines can be done by which of the following techniques? 1. Nozzle control, 2. Throttle control, 3. Providing additional value and passage. So
ഓപ്ഷൻസ് ആർ 1, 2, 3, 1 and 2 only, 2 and 3 only, 1 and 3. സോ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 1, 2 and 3. ദാറ്റ് ഈസ് ഗവേണിംഗ് ടെക്നിക്സ് നോസിൽ കൺട്രോൾ ഒരു ടെക്നിക്കാണ്, ത്രോട്ടിൽ കൺട്രോൾ ഒരു ടെക്നിക്കാണ്, അതുപോലെ പ്രൊവൈഡിങ് അഡീഷണൽ വാല്യൂ ഓഫ് പാസേജ് ഒരു ടെക്നിക്കാണ്. അതുപോലെ നോസിലും അഡീഷണൽ വാല്യൂ ഓഫ് പാസേജ് അല്ലെങ്കിൽ ത്രോട്ടിലും അഡീഷണൽ വാല്യൂ ഓഫ് പാസേജ് കോമ്പിനേഷൻസും നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട് ഫോർ ഗവേണിംഗ് ഓഫ് സ്റ്റീം ടർബൈൻസ്. ഓക്കെ, സ്റ്റീം ടർബൈനിൽ ഗവേണിംഗ് നോസിൽ ത്രോട്ടിൽ ഉണ്ട്. നമ്മൾ ഗ്യാസ് ടർബൈൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോർ ഗ്യാസ് ടർബൈൻ ഗവേണിംഗ് എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ് ആണ് കേട്ടോ, അത് കൺഫ്യൂസ് ആവരുത്. ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ് ആണ്. ഇനി 16ാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ കോസ് ഓഫ് റീഹീറ്റ് ഫാക്ടർ ഇൻ എ സ്റ്റീം ടർബൈൻ? റീഹീറ്റിംഗ്, സൂപ്പർ ഹീറ്റിംഗ്, സൂപ്പർ സാച്ചുറേഷൻ, ബ്ലേഡ് ഫ്രിക്ഷൻ. സോ ഇവിടെ ബ്ലേഡ് ഫ്രിക്ഷൻ കാരണമാണ് മെയിൻ ആയിട്ട് ഇവിടെ റീഹീറ്റിംഗ് ഉണ്ടാകുന്നത്. സോ റീഹീറ്റിംഗ് കാരണം പ്രോപ്പറായിട്ട് സ്ട്രെയിറ്റ് പോവേണ്ട നമ്മുടെ ഹീറ്റ് ഡ്രോപ്പ് എന്ത് പറ്റും, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കണ്ടൻസ് ചെയ്ത് മാത്രമേ ഹീറ്റ് ഡ്രോപ്പ് പോകത്തുള്ളൂ. സോ ഓരോ സ്റ്റേജിലെയും ആ ഒരു ഐസെൻട്രോപിക് ഹീറ്റ് ഡ്രോപ്പിന്റെ സം ഡിവൈഡഡ് ബൈ ആ ഒരു ആക്ച്വൽ ഫ്രിക്ഷൻ ഇല്ലാതെ ടോട്ടൽ ഹീറ്റ് ഡ്രോപ്പ് എത്ര സംഭവിച്ചു, AD. അങ്ങനെയാണ് നമ്മളിവിടെ റീഹീറ്റിംഗ് ഓർ റീഹീറ്റ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഹിയർ reheat factor is actually given by നമുക്ക് ഫസ്റ്റ് സ്റ്റേജിലെ റീഹീറ്റിംഗ് എന്ന് പറയുന്നത് A1 B1 enthalpy drop in A1 B1 plus enthalpy drop in A2 B2 plus etc plus enthalpy drop in A4 B5 due to friction. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് മാത്രമേ അവിടെ എക്സ്പാൻഷൻ നടക്കത്തുള്ളൂ. ഡിവൈഡഡ് ബൈ അവിടെ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ A1 to D സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്റ്റീം എൻതാൽപി ഡ്രോപ്പ് ആയേനെ. ദാറ്റ് ഈസ് ഐസെൻട്രോപിക് എൻതാൽപി ഡ്രോപ്പ്, ദാറ്റ് ഈസ് ഡെൽറ്റ H ഓഫ് A1 D. ഇതിനെയാണ് റീഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓൾവേസ് ദിസ് റീഹീറ്റ് ഫാക്ടർ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. അതിൻ്റെ ഒരു ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് 1.02 to 1.06 ആണ് ഫോർ അവർ സ്റ്റീം ടർബൈൻ. ഓക്കെ, അവർ റീഹീറ്റ് ഫാക്ടർ. ഇനി 17ാമത്തെ ചോദ്യം, ഇൻ സ്റ്റീം പവർ പ്ലാന്റ് ദ വാല്യൂ ഓഫ് റീഹീറ്റ് ഫാക്ടർ ഇസ് ഓഫ് ദി ഓർഡർ ഓഫ് 0.5 to 1, 1.6 to 2, 1.1 to 1.5, 2.1 to 3. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. നമ്മുടെ റീഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഷുഡ് ബി അറൌണ്ട് 1.02 to 1.06 എന്നാണ് പറഞ്ഞത്. ബട്ട് ഇവിടെ ഓപ്ഷൻസ് ഒന്നും എൻ്റെ അടുത്ത് വരുന്നില്ല. എന്നാൽ പോലും ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് മച്ച് മോർ ഓർ ലെസ് നിയർ അവർ 1.06 വാല്യൂ. സോ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് 1.1 to 1.5 ആണ് കേട്ടോ. ഇനി 18ാമത്തെ ചോദ്യം, ഇഫ് ദ പ്രഷർ ഓഫ് ദ സ്റ്റീം at the exhaust from the turbine is saturated corresponding to the temperature of process heat requirement, then the turbine is, നമുക്കറിയാം നമ്മുടെ ടർബൈൻ്റെ ഒരു HS ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ടർബൈൻ്റെ ഇൻലെറ്റും എക്സിറ്റും തമ്മിൽ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സേ ആ ഒരു എക്സ്പാൻഷൻ വന്നിട്ട് നമ്മുടെ സൂപ്പർ സാച്ചുറേഷൻ സ്റ്റേറ്റിലാണ് വന്ന് നിൽക്കുന്നത്, നമ്മുടെ സാച്ചുറേറ്റഡ് വേപ്പറിലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന ടർബൈൻ്റെ പേരെന്താ വെച്ച്, സാധാരണ ടർബൈൻസ് എല്ലാം വെറ്റ് സ്റ്റീം ആയിരിക്കും പുറത്തോട്ട് വിടുന്നത്. ബട്ട് ചില സ്പെഷ്യൽ ടർബൈൻസ് ഡ്യൂ ടു ദിസ് പ്രോസസ് ഹീറ്റ് റിക്വയർമെന്റ് കോ ജനറേഷന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് എക്സ്പാൻഡ് ചെയ്യത്തില്ല. സാച്ചുറേറ്റഡ് വേപ്പർ ആകുമ്പോൾ എക്സ്പാൻഷൻ നിർത്തും. ആ ടർബൈൻ്റെ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, റിയാക്ഷൻ ഇമ്പൾസ് പാസ് ഔട്ട് ബാക്ക് പ്രഷർ. സോ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ബാക്ക് പ്രഷർ ആണ്. ബട്ട് ഇമ്പൾസും റിയാക്ഷനും എല്ലാം നമുക്ക് ഉറപ്പാണ്. ഇനി പാസ് ഔട്ട് എന്താണെന്ന് കൂടെ ജസ്റ്റ് നമുക്ക് നോക്കാം. പാസ് ഔട്ട് എന്ന് പറയുന്നത് സ്റ്റീം ടർബൈൻ ഇൻ വിച്ച് എ പാർട്ട് ഓഫ് ദ സ്റ്റീം ആഫ്റ്റർ പാർഷ്യൽ എക്സ്പാൻഷൻ ഈസ് യൂസ്ഡ് ഫോർ പ്രോസസ് ഹീറ്റിംഗ് ആൻഡ് ദ റിമൈനിങ് സ്റ്റീം ഈസ് ഫർദർ എക്സ്പാൻഡഡ് ഫോർ പവർ ജനറേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടർബൈനിൽ നമ്മൾ പാർഷ്യലി എക്സ്പാൻഡ് ചെയ്ത് ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കോ ജനറേഷൻ ഇല്ലെങ്കിൽ നമ്മൾ വേറെ പ്രോസസ് ഹീറ്റിങ്ങിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ബാക്കിയുള്ള സ്റ്റീം നമ്മൾ എന്ത് ചെയ്യും, വേറൊരു ടർബൈനിൽ കൂടെ നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് പവറിന് വേണ്ടി ചെയ്യുന്നു. സോ അങ്ങനെ വരുന്നൊരു ടർബൈനെ വിളിക്കുന്ന പേരാണ് പാസ് ഔട്ട് ടർബൈൻ. ബട്ട് ബാക്ക് പ്രഷർ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ടർബൈൻ അവിടെ കാണത്തുള്ളൂ. അത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ ഒരു സാച്ചുറേറ്റഡ് ഗ്യാസ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് വേപ്പർ വരെ അവിടെ എക്സ്പാൻഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി 19ാമത്തെ ചോദ്യം, the entire change in static properties occur in rotor implies to static properties occur in the rotor or moving blades മാത്രമേ നമുക്ക് എന്തോന്നൊരു ചേഞ്ച് ഉണ്ടാവുന്നുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താൽപി ചേഞ്ച് ഉണ്ടാവുന്ന ഉദ്ദേശിക്കുന്നു. corresponds to 0% degree of reaction, 100% degree of reaction, 50% degree of reaction, negative degree of reaction. നമുക്കറിയാം നമ്മുടെ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താൽപി ചേഞ്ച് ഇൻ മൂവിംഗ് ബ്ലേഡ്സ് by enthalpy change in moving blades plus enthalpy change in fixed blades. ഇവിടെ enthalpy change in fixed blades എന്ന് വെച്ചാൽ 0 ആണ് as per our thing. So this R&D becomes delta HM divided by delta HM അഥവാ 1 അഥവാ 100% degree of reaction. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മെയിൻലി
നമ്മുടെ ഹീറോസ് ടർബൈൻ, ദാറ്റ് ഈസ് മെയിൻലി നമ്മുടെ ഇമ്പൾസ് ടർബൈൻ എല്ലാം ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇമ്പൾസ് ടർബൈൻസ് എല്ലാം ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 100% ആയിരിക്കും. 100% ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഉള്ള ടർബൈൻ ആണ് ഹീറോസ് ടർബൈൻ എന്ന് വെച്ചാൽ ഒരു ഐഡിയൽ കോൺസെപ്റ്റ് ആണ് വിച്ച് ഇസ് നോട്ട് യൂസ്ഡ് നവഡേയ്സ്. ഓക്കെ, സോ 100% ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഉള്ള ടർബൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹീറോസ് ടർബൈൻ ആൻഡ് ദിസ് ഇസ് ഇമ്പൾസ് ഇൻ നേച്ചർ. ഓക്കെ, ഇനി ഇതാമത്തെ ചോദ്യം. In a single stage impulse turbine, which of the following is correct? Where eta S is stage efficiency, eta B blade efficiency, eta N capital N ആണ്, eta N is equal to nozzle efficiency. That is eta S is equal to eta B into eta N. That is stage efficiency is equal to is the product of blade efficiency into nozzle efficiency. Stage efficiency is equal to nozzle efficiency divided by blade efficiency. Stage efficiency is equal to blade efficiency divided by nozzle efficiency. Stage efficiency, nozzle efficiency and blade efficiency are equal. So ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം stage efficiency is equal to blade efficiency into nozzle efficiency in case of our impulse turbine. Okay. ഇനി 21ാമത്തെ ചോദ്യം. The component of velocity which is responsible for producing work in steam turbine is called axial velocity, world velocity, relative velocity, absolute velocity. So ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് world velocity ആണ്. That is നമുക്ക് പവർ ഇൻപുട്ടിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ m dot into VW1 plus or minus VW2 into U ആണ്. വർക്ക് ഡൺ ആണെങ്കിൽ it becomes mass flow rate of m dot s or mass flow rate of steam into VW1 plus VW2 എന്ന് വരും. സോ മെയിൻ ആയിട്ട് നമ്മൾ വേൾഡ് വെലോസിറ്റി കമ്പോണന്റ് ആണ് വർക്ക് ഡണ്ണിലും പവർ റിക്വയർമെന്റിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ വേൾഡ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അഥവാ VW ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, 22. Which of the following is true for steam turbines? In a reaction turbine, gradual pressure drop takes place over fixed blades only. അല്ല, in impulse turbine, pressure drop takes place in nozzle as well as blades. ഇവിടെ നോസിൽ മാത്രമേ പ്രഷർ ഡ്രോപ്പ് നടക്കത്തു, ഇമ്പൾസിൽ ബാക്കി ബ്ലേഡ്സ് അല്ലെങ്കിൽ മൂവിംഗ് ബ്ലേഡ്സിൽ അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇൻ ഇമ്പൾസ് ടർബൈൻ പ്രഷർ ഡ്രോപ്പ് ടേക്സ് പ്ലേസ് ഇൻ നോസിൽ ആൻഡ് ഇൻക്രീസസ് ഇൻ ബ്ലേഡ്സ്, അതെന്തായാലും അല്ല. ഇൻ റിയാക്ഷൻ ടർബൈൻ ഗ്രാജുവൽ പ്രഷർ ഡ്രോപ്പ് ടേക്സ് പ്ലേസ് ഇൻ മൂവിംഗ് ആസ് വെൽ ആസ് ഫിക്സഡ് ബ്ലേഡ്സ്. സോ അതാണ് ഇവിടുത്തെ ഉത്തരം, ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം. ദിസ് ഇസ് റൈറ്റ് ആൻഡ് ഓൾ അതർ ഓപ്ഷൻസ് ആർ റോങ് ഹിയർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. റോങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കർട്ടിസ് ടർബൈൻ. കർട്ടിസ് ടർബൈൻ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കർട്ടിസ് ടർബൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെലോസിറ്റി കോമ്പൗണ്ടഡ് ടർബൈൻ, വെലോസിറ്റി കോമ്പൗണ്ടഡ് ഇമ്പൾസ് ടർബൈൻ. നമുക്ക് ഇമ്പൾസ് ടർബൈൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കോമ്പൗണ്ടിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കർട്ടിസ് ടർബൈൻ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് നോസിൽസ് ഫോളോഡ് ബൈ എ സെറ്റ് ഓഫ് മൂവിംഗ് ബ്ലേഡ്സ്. അതെ, ഇൻ എ കൺവെൻഷണൽ ഡിസൈൻ ഓൺലി 2 rows of moving blades are used. There is no restriction on number of rows on moving blades. Curtis stage is also known as velocity compounding. So ഇവിടെ B or C ആണ് ജസ്റ്റ് ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നത്. സോ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ആക്ച്വലി സി ആണ്. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഇല്ല, ദർ ഇസ് ആക്ച്വലി റെസ്ട്രിക്ഷൻ ഇൻ നമ്പർ ഓഫ് സ്റ്റേജസ്. 2 റോസിൽ കൂടുതൽ അല്ലെങ്കിൽ 2 സ്റ്റേജസിൽ കൂടുതൽ നമുക്ക് കർട്ടിസ് ടർബൈൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് എക്കോണമിക്കൽ ഓർ നമുക്ക് ലീസ്റ്റ് എഫിഷ്യന്റ് ആയി പോകും 2 സ്റ്റേജിൽ കൂടുതൽ യൂസ് ചെയ്താൽ. സോ സെറ്റ് ഓഫ് നോസൽസ് ഡിവൈഡ് ബൈ മൂവിംഗ് പ്ലേറ്റ്സ് കറക്റ്റ് ആണ്. 2 സ്റ്റേജസിൽ കൂടുതൽ നമുക്ക് മൂവിംഗ് പ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വെലോസിറ്റി കോമ്പൗണ്ടിങ് and there is a restriction on number of rows or stages to be used in a Curtis turbine. Okay. ഇനി 24ാമത്തെ ചോദ്യം. In a pressure compounded turbine, pressure drop in each stage is equal. Pressure increases as steam flows over the blades. Most of the kinetic energy of the steam is absorbed as it passes over the moving blades. None of this. നമുക്കറിയാം നമ്മുടെ പ്രഷർ കോമ്പൗണ്ടഡ് ടർബൈൻ എന്ന് പറയുന്ന മെയിൻ ആയിട്ട് നമ്മൾ പ്രഷർ ഡ്രോപ്പിന് സ്റ്റേജ് ബൈ സ്റ്റേജ് നമ്മൾ പ്രഷർ പതിയെ മാത്രമേ എക്സ്പാൻഡ് ചെയ്യത്തുള്ളൂ ഫോർ ഇൻക്രീസിംഗ് ദി വർക്ക് ഡൺ ഓർ റെഡ്യൂസിംഗ് ദ സ്പീഡ് ഓഫ് ദ ടർബൈൻ. സോ ഇവിടുത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ പ്രഷർ ഡ്രോപ്പ് ഇൻ ഈച്ച് സ്റ്റേജ് ഈക്വൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രഷർ ഇൻക്രീസസ് ആസ് സ്റ്റീം ഫ്ലോസ് ഓവർ ദ ബ്ലേഡ്സ്, അത് നമുക്ക് ചിലപ്പോൾ കൂടാൻ കുറയാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. മാക്സിമം ഇവിടെ കുറയാനേ ചാൻസ് ഉള്ളൂ, ഇൻക്രീസ് ചെയ്യത്തില്ല, ഡിക്രീസ് ചെയ്യാനേ ചാൻസ് ഉള്ളൂ. സോ ഇവിടെ സി ഈസ് ദി മോസ്റ്റ് ആപ്റ്റ് ഓപ്ഷൻ. മോസ്റ്റ് ഓഫ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ സ്റ്റീം ഈസ് അബ്സോർബ് ആസ് ഇറ്റ് പാസസ് ഓവർ ദ മൂവിംഗ് ബ്ലേഡ്സ്. അതാണ് ഉത്തരം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മുടെ പ്രഷർ കോമ്പൗണ്ടഡ് ടർബൈൻ ആണ്. നോസിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇനിഷ്യലി നമ്മുടെ പ്രഷർ ഡ്രോപ്പ് സംഭവിച്ചു. ദെൻ മൂവിംഗ് ബ്ലേഡ്സ് കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ദിസ് റിമൈൻസ് മോർ ഓർ ലെസ് കോൺസ്റ്റന്റ്. ഇൻക്രീസ് അല്ല, ഡിക്രീസ് അല്ല, സോറി, കോൺസ്റ്റന്റ് ആയിരിക്കും. അടുത്ത വീണ്ടും നോസിൽ പോകുമ്പോൾ അഗൈൻ ദ പ്രഷർ ഡ്രോപ്പ് ഹാപ്പൻസ്. ദെൻ അഗൈൻ പാസിംഗ് ത്രൂ ദ മൂവിംഗ് ബ്ലേഡ്സ് ദ പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ്. സോ പ്രഷർ ഡ്രോപ്പ് ഒരിക്കലും എല്ലാ സ്റ്റേജിലും ഈക്വൽ അല്ല, ഡിഫറെന്റ് ആണ്. ഒന്നുകിൽ ഡിക്രീസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നു. ഇറ്റ്സ് ഡിഫറെന്റ്. സോ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി ആർ റോങ് ആൻഡ് സി ഇസ് ദി മോസ്റ്റ് ആപ്റ്റ് ഓപ്ഷൻ. ഓക്കെ. ദെൻ 25ാമത്തെ ചോദ്യം. The coefficient of velocity of steam turbine is the ratio of relative velocity leaving the blade to the velocity of whirl at the exit, that is leaving VR2, the velocity of blade at inlet VW1 എന്നാണ് ഉദ്ദേശിച്ചത്. സെക്കൻഡ് ഓപ്ഷൻ velocity of whirl at inlet VW1 of the moving blade to the relative velocity
leaving the blade, that is VR2. നേരത്തെ പറഞ്ഞ opposite or inverse. C, relative velocity at inlet of the moving blade, VR1 to relative velocity leaving the blade, VR2, 1 inlet, 2 exit. Then relative velocity leaving the blade to relative velocity at inlet of the moving blade, that is VR2 by VR1. ഇവിടെ ചോദിച്ചിരിക്കുന്ന കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ആണ്. നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് അവർ ഫ്രിക്ഷൻ ഫാക്ടർ ഓഫ് ഫ്രിക്ഷൻ ഇൻ ബ്ലേഡ്സ് ആണ്. ഫ്രിക്ഷൻ ഫാക്ടർ ഇൻ ബ്ലേഡ്സ് ആണ്. ഇമ്പൾസ് ടർബൈൻ നമുക്കറിയാം ഫ്രിക്ഷൻ ഫാക്ടർ ഇൻ ബ്ലേഡ്സ് നമ്മൾ കെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു, വിച്ച് ഇസ് ഫ്രിക്ഷൻ ഫാക്ടർ ഇൻ ബ്ലേഡ്സ് വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ കെ വിച്ച് ഇസ് ഈക്വൽ ടു VR2 by VR1, that is a ratio of relative velocity of exit to the relative velocity of inlet of the steam. So അത് തന്നെയാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്, that is CV എന്ന് പറയുന്നത് ഫോർ സ്റ്റീം ടർബൈൻ. സോ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്, റിലേറ്റീവ് വെലോസിറ്റി ലീവിംഗ് ദ ബ്ലേഡ് ടു റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ മൂവിംഗ് ബ്ലേഡ്. ഇനി 26ാമത്തെ ചോദ്യം, വാട്ട് വിൽ ബി ദി ഒപ്റ്റിമം ബ്ലേഡ് സ്പീഡ് റേഷ്യോ for a compound impulse turbine with nozzle angle alpha and n rows, that is n stages ഉള്ള n മൂവിംഗ് ബ്ലേഡ്സ് n സ്റ്റേജസ് ഉള്ള ഇമ്പൾസ് ടർബൈൻ്റെ ഒപ്റ്റിമം ബ്ലേഡ് സ്പീഡ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് u divided by VA1, that is blade, the velocity of blades or velocity of the nozzle or the moving blades, that is nozzle ഇല്ലെങ്കിൽ മൂവിംഗ് ബ്ലേഡ്സ് ഇതുപോലെ നോസിൽ ഇല്ലെങ്കിൽ ആ ഒരു മൂവിംഗ് ബ്ലേഡ്സിന്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ദി അബ്സൊല്യൂട്ട് വെലോസിറ്റി ഓഫ് സ്റ്റീം അറ്റ് എൻട്രി VA1. സോ ഇവിടെ ഒരു സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ സ്റ്റേജ് ചെയ്യുവാണെങ്കിൽ വെലോസിറ്റി എത്ര വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്, 2n cos alpha, n cos alpha by 2, cos alpha by 2n, cos alpha by 2n plus 1. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് cos alpha by 2n ആണ്. cos alpha by 2n ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ഇമ്പൾസ് ടർബൈനിൽ നമ്പർ ഓഫ് സ്റ്റേജസ് വിൽ ബി 1, n is equal to 1, then our eta or rho becomes cos alpha by 2 എന്ന് വരും, where the blade efficiency will be maximum, that is maximum blade efficiency ക്ക് rho should be equal to cos alpha by 2 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഇവിടുത്തെ ഉത്തരം. സോ സ്റ്റേജിങ് വരികയാണെങ്കിൽ cos alpha by 2n ആണ്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റേജസിന്റെ ഇമ്പൾസ് ടർബൈൻ, ആൻഡ് ആൽഫ എന്ന് പറയുന്നത് അബ്സൊല്യൂട്ട് വെലോസിറ്റി VA1 മേക്കിംഗ് ദ ആംഗിൾ വിത്ത് ദ റെഫറൻസ്. ഇനി 27, in steam turbine the reheat factor increases with the number of stages, decreases with the number of stages, remains same, none of the above. So ഇവിടെ എന്ന് പറയുന്നത് increases with number of stages ആണ്. ഇപ്പം നമ്മൾ സ്റ്റീം പല സ്റ്റേജിലായിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇപ്പം 5 സ്റ്റേജിൽ എക്സ്പാൻഡ് ചെയ്താൽ റീഹീറ്റ് ഫാക്ടർ ആയിരിക്കും. അതേ സാധനം 7 സ്റ്റേജിലാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ റീഹീറ്റ് ഫാക്ടറിന്റെ വാല്യൂ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. സോ നമ്പർ ഓഫ് സ്റ്റേജസ് കൂടുന്നതനുസരിച്ച് റീഹീറ്റ് ഫാക്ടറും കൂടിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ സം A1 B1 A2 B2 A3 B3 A4 B4 കൂടുന്നതനുസരിച്ചെല്ലാം നമ്മുടെ ന്യൂമറേറ്റർ അവിടെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.